ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കയറി വന്നൊരു വീഡിയോ എടുക്കുന്നതെന്നറിയോ. ഇന്ന് മഴ ചതിച്ചു. ഇന്നലെ മിനിയാന്നൊക്കെ എന്തൊരു തെളിവായിരുന്നറിയോ. ഇപ്പൊ രാവിലെ വെയിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പം പ്രതീക്ഷിച്ചു. ഇപ്പം ചതിച്ചു. കാലാവസ്ഥ അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഇതാ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്കക്കുരു വേലിച്ചീര. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ചീര കാണിച്ചപ്പോൾ കുറേ പേർക്ക് അറിയാം. ഇത് നമ്മുടെ ഇവിടെയൊക്കെ പൊതുവെ വേലിച്ചീര, പിന്നെ കറിവേപ്പില ചീര അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ പിന്നെ പല നാടുകളിൽ പല പേരുകൾ ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടുതൽ ഒരു കറിയാൻ ഞാൻ വെക്കും. കാര്യം കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ നമുക്ക് പൊതുവുള്ളൊരു പ്രശ്നമാണ്, കറിയില്ല. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കറി ചക്കക്കുരുവിന് എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ ഇതുപോലെയുള്ള ചീരയില, മുരിങ്ങയില, പിന്നെ ഇലക്കറികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതൊക്കെ പറിച്ച് വെക്കുക. വേറെ കറിയൊന്നും തേടി പോകണ്ട. അതൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഗുണങ്ങളുണ്ട്, ഏറെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളിത് ഈ ചക്കക്കുരു വേവിച്ചിട്ട് അരപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തോരൻ വെക്കുന്ന ഭാഗത്തിൽ കണ്ടിച്ചെടുത്തിട്ട് അതിനകത്ത് ഇട്ടാൽ മതി. ഇട്ടിട്ട് ചക്കക്കുരു നല്ലവണ്ണം ഉടച്ചെടുക്കണം. ഉടച്ചതിന് ശേഷം ഇത് ഇടുക, ലാസ്റ്റ് താളിച്ചെടുക്കുക. അത്രേ പരിപാടിയുള്ളൂ. പിന്നെ കുക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാനുള്ളൊരു ഇതെനിക്ക് കിച്ചണിലില്ല കേട്ടോ. അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനത്തെ വീഡിയോ അധികം ചെയ്യാത്തത്. പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം, വഴിയെ വരുന്നുണ്ട്. അപ്പം ഇത് ചെറുങ്ങനെ നമ്മുടെ ചക്കക്കുരു പൊടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് കറി ഉണ്ടാക്കാൻ പോകണം. അപ്പം അത്ര ചെറിയൊരു വിഷയം. ബൈ.